പാലക്കാട്ടെ കല്ലേക്കാട് സ്ഥലത്ത് കടകൾക്ക് തീപിടിച്ച സംഭവത്തിൽ ഒരു വഴിത്തിരിവുണ്ടായിട്ടുണ്ട്. അതായത് ഈ കടകൾ പരിസരവാസി കത്തിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വി രാധാകൃഷ്ണൻ എന്നയാളെ ടൗൺ നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ശനിയാഴ്ചയാണ് തേനൂർ സ്വദേശികളായ ലക്ഷ്മണന്റെ ഈ ചായക്കടയും ഗിരിജയുടെ പച്ചക്കറിക്കടയും കത്തി നശിച്ചത്. അജിത് ബാബുയുടെ വിവരങ്ങളുമായി അജിത്ത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ കട കത്തിച്ചത് ആരാണെന്ന് കണ്ടെത്തി. ഇനിയിപ്പോൾ അറിയേണ്ടത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. സേതുലക്ഷ്മി, തന്ത്രപരമായാണ് പോലീസ് ഈ കാര്യത്തിൽ പ്രതിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് തേനൂർ സ്വദേശികളായ ലക്ഷ്മണന്റെയും അതുപോലെ തന്നെ ലക്ഷ്മണന്റെ ചായക്കടയും ഗിരിജയുടെ പച്ചക്കറിക്കടയുമാണ് ഇത്തരത്തിൽ കത്തിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഇവരുടെ കടകൾക്ക് നടുവിലുണ്ടായിരുന്ന രമേശൻ എന്ന ആളുടെ കടയ്ക്കും ഭാഗികമായി തീ പിടിച്ചിരുന്നു. ഇതാണ് പോലീസിന് സംശയം തോന്നിച്ചത്. അതായത് ഈ 3 കടകളും തമ്മിൽ 10 അടി വീതം വ്യത്യാസമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് രമേശിന്റെ കട മാത്രം ഭാഗികമായി കത്തിയത് എന്ന സംശയം പോലീസിനുണ്ടായി. അതായത് രമേശിന്റെ കടയിലേക്ക് തീ പടർന്നു പിടിച്ചതാണെന്ന് പോലീസിന് സംശയമുണ്ടായി. ബാക്കി 2 കടകളും മാത്രം കത്തിയതിലൊരു അസ്വാഭാവികത തോന്നി. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് പരിശോധനയാണ് ഇത്തരത്തിൽ ഈ രാധാകൃഷ്ണനിലേക്ക് കാര്യങ്ങൾ എത്തിയത്. രാധാകൃഷ്ണൻ പല ആളുകളോടായി കടകൾക്ക് തീ വെക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പോലീസ് ഇയാളെ ചോദ്യം ചെയ്ത് കൃത്യമായി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇയാൾ സമ്മതിക്കുകയും ചെയ്തു. സംഭവത്തിന്റെ കാരണം ഇങ്ങനെയാണ്. ഈ 2 പേരുമായും ഇത്തരത്തിൽ രാധാകൃഷ്ണന് വൈരാഗ്യം ഉണ്ടായിരുന്നു. നേരത്തെ ഈ സ്ഥലത്ത് ഒരു കട രാധാകൃഷ്ണന്റേതായി ഉണ്ടായിരുന്നു. പിന്നീട് വലിയ തരത്തിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായി. ഇവരുമായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പച്ചക്കറി കടയിൽ നിന്ന് അവശിഷ്ടങ്ങൾ തന്റെ സ്ഥലത്ത് കൊണ്ടിടുന്നു എന്നാരോപിച്ച് ഇപ്പോൾ സ്ഥിരമായി ഇവർ തമ്മിൽ തർക്കങ്ങൾ നടക്കാറുണ്ട്. ഈ ലക്ഷ്മൺ ആദ്യം രാധാകൃഷ്ണന്റെ ഉടമസ്ഥയിലുള്ള മുറിയിലായിരുന്നു ചായക്കട നടത്തിയത്. വാടകയുടെ പേര് തർക്കമാകുകയും ലക്ഷ്മണൻ പുതിയ കട തുടങ്ങുകയും ചെയ്യുകയായിരുന്നു. ഇങ്ങനെ 2 പേരുമായിട്ടുള്ള ഈ പ്രശ്നങ്ങളാണ് ഈ തീ വെക്കുന്നതിന് കാരണമായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല അന്ന് രാത്രിയിൽ രാധാകൃഷ്ണൻ മദ്യലഹരിയിലായിരുന്നു. അങ്ങനെ തീ വെച്ചാണ് ഈ 2 കടകളും വലിയ രീതിയിൽ കത്തുകയും ഇന്ന് തീ പടർന്നു പിടിച്ച് രമേശിന്റെ കട കത്തുകയും ചെയ്തത്. പ്രത്യേകിച്ച് നോക്കുമ്പോൾ ആർക്കും സംശയം തോന്നില്ലെങ്കിലും ഈ രമേശിന്റെ കട ഭാഗികമായി കത്തി നശിച്ചത് കണ്ടാണ് പോലീസ് ഈ അന്വേഷണം നടത്തുകയും പ്രതിയെ കണ്ടെത്തുകയും ചെയ്തത്. അതാണെങ്കിലും വളരെ വേഗത്തിൽ തന്നെ തീ പിടിച്ച് കട സാധാരണഗതിയിൽ തീ പിടിച്ച് കട കത്തി നശിച്ചു എന്ന ധാരണയിൽ നിന്ന് വളരെ വേഗത്തിൽ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞ പോലീസിനെ അഭിനന്ദനങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ഓക്കെ അജിത്ത്, പാലക്കാട്ടെ കല്ലേക്കാട്ട് കടകൾക്ക് തീപിടിച്ച സംഭവത്തിൽ ഇപ്പോൾ പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നു. അത് പ്രദേശവാസി രാധാകൃഷ്ണൻ തന്നെയാണ് ആ കൃത്യം നടത്തിയത് എന്നാണ് പോലീസ് കണ്ടെത്തൽ. വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്ന് അജിത് ബാബു.